നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഒരു വിധി റിപ്പോർട്ട് ചെയ്തത്. ആ വിധി എന്ന് പറഞ്ഞാൽ ഇനി മുതൽ വഖഫ് ബോർഡിനും വഖഫ് സ്ഥാപനങ്ങൾക്കും കോടതിയിൽ കേസ് നടത്തണമെങ്കിൽ കോടതി ഫീസ് ഒടുക്കേണ്ടി വരും എന്നതായിരുന്നു ആ വിധി. എന്ന് പറഞ്ഞാൽ അവരെ കഴിഞ്ഞ ഇത്രയും വർഷമായി കോടതി വ്യവഹാരങ്ങളിൽ സൗജന്യമാക്കി കൊടുത്തിരുന്നു. അവർക്ക് ഈ വഖഫ് ബോർഡിനും വഖഫ് സ്ഥാപനങ്ങൾക്കും കേസ് നടത്താൻ കോർട്ട് ഫീ അടയ്ക്കേണ്ട എന്നൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് എന്ന് നമ്മൾ ആ വിധി കേൾക്കുമ്പോഴാണ് അറിയുന്നത്. മുൻകാല കോൺഗ്രസ് സർക്കാരുകളുടെ ന്യൂനപക്ഷ പ്രീണനം എത്രത്തോളമായിരുന്നു എന്നാണ് ഈ വിധിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പിന്നീട് ഇത് മതേതരത്വത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്ന് കണ്ടെത്തുന്നു. ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി ഹർഷ് സാംഗ്വി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇനി മുതൽ വഖഫ് ബോർഡുകൾക്കും വഖഫ് സ്ഥാപനങ്ങൾക്കും മറ്റ് മതസ്ഥാപനങ്ങൾ നൽകുന്നത് പോലെ തന്നെ കോർട്ട് ഫീ നൽകണം എന്ന ഒരു വിധിയായിരുന്നു അത്. എത്രമാത്രം അനീതിയായിരുന്നു ഇത്രയും കാലം ഈ രാഷ്ട്രത്തോട് ഇവർ ചെയ്തത് എന്ന ആ വിധിയിൽ നിന്ന് വ്യക്തമാണ്. സമാനമായ രീതിയിലുള്ള ഒരു നീക്കം ഉത്തർപ്രദേശിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ ഒരു ബില്ല് അവിടുത്തെ സർക്കാർ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. 2016 അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ സർക്കാർ ഉണ്ടായപ്പോൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ പാസാക്കിയ ഒരു ബില്ലാണത്. അതായത് മദ്രസ അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം നൽകൽ ബിൽ എന്നറിയപ്പെടുന്ന ഈ ബില്ലിൽ മദ്രസ അധ്യാപകർക്ക് നേരെ നിയമ നടപടിയെടുക്കാനും അതുപോലെ തന്നെ അയാൾക്കെതിരെ അന്വേഷണം നടത്താനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ മദ്രസ അധ്യാപകർക്ക് പോലീസ് നടപടിയിൽ നിന്നും പൂർണ്ണമായും സംരക്ഷണം നൽകുന്ന ഒരു നിയമമാണ് പാസാക്കാൻ, പിൻവാതിലിലൂടെ പാസാക്കാൻ അഖിലേഷ് യാദവിൻ്റെ സർക്കാർ ശ്രമിച്ചത്. ആ ബില്ലിൻ്റെ പേര് മദ്രസ അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും ശമ്പളം നൽകൽ ബില്ല് എന്നാണ്. അവരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട ബില്ലാണ്. ആ ബില്ലിലാണ് ഒരു പ്രത്യേക വകുപ്പ്, ആ ബില്ലിൻ്റെ പൊതുസ്വഭാവവുമായി ബന്ധമില്ലാത്ത ഒരു വകുപ്പ് ചേർത്തിരിക്കുന്നത്. ആ വകുപ്പ് അനുസരിച്ച് മദ്രസ അധ്യാപകർക്ക് എതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് കഴിയില്ല, മാത്രമല്ല അവർക്കെതിരെ അന്വേഷണം നടത്താനും പോലീസിന് കഴിയില്ല എന്നൊരു ചട്ടം ആ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നു, എന്നൊരു വകുപ്പ് ആ ബില്ലിൽ എഴുതി വച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബില്ല് പരിശോധിച്ച ഗവർണർ രാം നായിക് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അഭിപ്രായപ്പെടുകയും അത് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തിരുന്നു. ആ രാഷ്ട്രപതി ഇപ്പോൾ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തിരിച്ചയക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ മദ്രസ അധ്യാപകർ ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങൾ എത്രയൊക്കെയാണ് എന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ എത്തുന്ന വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് മുതൽ രാജ്യത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന സംഘത്തെ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയും അവരുടെ ആയുധങ്ങൾ സംരക്ഷിക്കുകയും വരെ ചെയ്ത കേസുകൾ ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് മദ്രസ അധ്യാപകർക്കെതിരെ പോലീസ് നടപടികൾ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരു ബില്ല് ഉത്തർപ്രദേശിലെ ഈ അഖിലേഷ് യാദവ് സർക്കാർ ഉണ്ടാക്കിയത്. അതും പിൻവാതിലിലൂടെ ഇങ്ങനെ ഒരു ബില്ലാണ് എന്നറിയാതെ ശമ്പളം നൽകൽ ബില്ല് എന്ന് പേരിട്ടുകൊണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാനായി അഖിലേഷ് യാദവ് ശ്രമിച്ചത്. ഗവർണറുടെ വളരെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ആ ബില്ല് നിയമമാകാതെ പോയത്. അസംബ്ലിയിൽ അത് പാസ്സായി, പക്ഷേ നിയമമായില്ല. മാത്രമല്ല രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്യുന്നു. ആ രാഷ്ട്രപതി ആ ബില്ല് തിരിച്ചയച്ചു. ഇപ്പോഴിതാ ഉത്തർപ്രദേശ് സർക്കാർ, യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ ആ ബില്ല് പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ശ്രമം അവിടെ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെടുകയാണ്. വളരെ കൃത്യമായ, വളരെ വ്യക്തമായ അനീതി ഇതിൽ നിഴലിക്കുന്നുണ്ട്. മദ്രസ അധ്യാപകർ എന്നല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നല്ല, ഇന്ത്യൻ പ്രസിഡന്റ് പോലും നിയമത്തിന് മുന്നിൽ സമന്മാരാണ് എന്ന് പറയുന്ന ഒരു ഭരണഘടനയുടെ കീഴിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു നിയമമാണിത്. അതായത് മദ്രസ അധ്യാപകർ എന്തും ചെയ്യും, അവരെ തൊട്ടുപോകരുത് എന്നൊരു നിയമം ഉണ്ടാക്കാനാണ് അഖിലേഷ് യാദവ് ശ്രമിച്ചത്. എന്നാൽ യോഗി ആദിത്യനാഥ് സർക്കാർ അത് പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.